ഞാൻ പറയുന്നു ഇവിടെ ക്യാബിനറ്റ് റാങ്ക് കൊടുത്താലൊന്നും ഒരു കാര്യവുമില്ല. ഇവിടെ ഒരാളെ ക്യാബിനറ്റ് റാങ്ക് ഉള്ള സെന്തിൽ ബാലാജി മന്ത്രിയല്ലായിരുന്നോ? ഇടിക്കരെ അറസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ പോയില്ലേ? ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയില്ലേ? ഡൽഹി മുഖ്യമന്ത്രി ക്യാബിനറ്റ് റാങ്ക് അല്ലേ? എന്നിട്ടിപ്പം ജയിലിൽ കിടക്കുകയല്ലേ? ക്യാബിനറ്റ് റാങ്ക് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അഴിമതി നടത്തിയാൽ അതിന് പിൻബലം കിട്ടുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഒരു വേറെ ലോകത്താണ്. ഈ കേസിനെ സംബന്ധിച്ച് അന്വേഷണ ഏജൻസിയും CBI ഉൾപ്പെടെയുള്ള ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസിയുടെ എല്ലാ അന്വേഷണങ്ങൾ 30 വർഷമായി 35 വർഷമായി നേരിക്കണ്ട് കേസ് നടത്തി പരിചയമുള്ള ഒരാളെന്ന നിലയിൽ പറയാണ്. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇതിൻ്റെയൊക്കെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഹൈക്കോടതി തന്നെ വധിച്ചു. ഒരാളെ ഗവൺമെൻറ് സാക്ഷൻ്റെ ആവശ്യമില്ല. അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കൊടുത്തു കഴിയുമ്പോഴാണ് സാക്ഷൻ്റെ ആവശ്യമുള്ളൂ. പല കേസിലും അതല്ലേ സംഭവിക്കുന്നത്. അല്ല, അതിന് മുമ്പ് വേണ്ടെന്നുള്ള സുപ്രീം കോടതിയിലെ 5 അംഗ ഭരണ ബെഞ്ചിൻ്റെ ഉത്തരവിനെടുത്ത് എൻ്റെ ഈ കേസ് തന്നെ ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പം കോടതിക്കെല്ലാം ബോധ്യമായി. അതുകൊണ്ടല്ലേ അന്വേഷണം വിജിലൻസും നടത്തിയും ഏത് അന്വേഷണവും CBI അന്വേഷണവും ഒന്നും തടസ്സമല്ല ഒരാൾക്കെതിരെയും. അപ്പം ചില സാങ്കേതികം പറഞ്ഞ് ഓരോന്നും ഒരു കാര്യമില്ല. അപ്പം ഇതുപോലെ കള്ളന് കഞ്ഞി വെച്ച എബ്രഹാം 2017 വിരമിച്ച ഉദ്യോഗസ്ഥനാണ്. അതും ഉയർന്ന ഉദ്യോഗസ്ഥനായി തന്നെയാണ് വിരമിച്ചത്. അപ്പോൾ അതിൻ്റെ പെൻഷനുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിലുള്ള ജോലികളെന്ന് പറയുന്നത് KDISCന്റെ വൈസ് ചെയർമാനാണ്, കിബിയുടെ CEO ആണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇപ്പോൾ ക്യാബിനറ്റ് പദവിയോടുകൂടി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ഇപ്പോൾ ജോമോൻ പുത്തമ്പുരക്കൽ പറഞ്ഞ പോലെ എംപ്ലോയ്മെൻറ്റ് ചട്ടങ്ങൾ പാലിക്കാതെ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ചട്ടങ്ങൾ വിധേയമാകാതെ ഏകദേശം 5 ലക്ഷം രൂപയോളം ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ വിരമിച്ചതിന് ശേഷം കഴിഞ്ഞ 7 കൊല്ലത്തിനിടയിലായിട്ട് കൈപ്പറ്റുന്നുണ്ട് ഓരോ മാസം തോറും. പിന്നെ സെക്രട്ടേറിയറ്റിലൊരു കഥയുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതായത് അവർ പറയുന്നൊരു കഥ, ഒരു അബോ മിഡിലുള്ള ജോലിക്കാരെ പറയുന്നത് മരക്കാർ ഗേറ്റിൻ്റെ അതുവഴി കയറിയ ഒരു ആട് ആസാദ് ഗേറ്റിൻ്റെ അതുവഴി പുല്ല് തിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ആനയായിട്ട് മാറും. ഇനി ആനയായിട്ട് റിട്ടയർഡ് ആകാമെന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. ചില ഉദ്യോഗസ്ഥരെ കണ്ണിലുണ്ണിയാണെന്നുണ്ടെങ്കിൽ ഈ ആന നെറ്റിപ്പട്ടം കെട്ടി വീണ്ടും ശമ്പളവും പെൻഷനും ഓർഗനൈസ്ഡ് ലൂട്ടും നടത്തിക്കൊണ്ടിരിക്കും. എന്നോട് ഇന്ന് സംസാരിച്ച അവിടുന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ചുരുങ്ങിയത് 2 ഡസൻ ഉദ്യോഗസ്ഥരെങ്കിലും, ഒരു അബോ മിഡിലുള്ള ഉദ്യോഗസ്ഥരെങ്കിലും വിരമിച്ചതിന് ശേഷം 2014-15 ശേഷം വിരമിച്ചതിന് ശേഷം ഇപ്പോഴും പെൻഷനും ശമ്പളവും പറ്റി അവിടെ ജീവിക്കുന്നവർ. കഴിഞ്ഞ ദിവസം വന്നിരുന്നൊരു വാർത്തയായിരുന്നു, കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള ഗ്രാന്റ് മുടങ്ങിയിട്ടുണ്ട്. 136 കോടിയാണ് മുടങ്ങിയിട്ടുള്ളത്. കേരളത്തിലെ സ്കൂളുകളിൽ +2 പരീക്ഷ നടത്താനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല. അതുകൊണ്ട് മറ്റ് ഫണ്ടിൽ നിന്നും പൈസ എടുത്ത് പരീക്ഷ നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ ലൈസൻസ് അച്ചടിച്ച് കൊടുക്കാനുള്ള കടലാസ് വാങ്ങിക്കാനുള്ള പൈസയില്ല. അതുകൊണ്ട് ലൈസൻസുകൾ പലതും മുടങ്ങിക്കിടക്കുന്നുവെന്ന് ഗതാഗത മന്ത്രി തന്നെ നിയമസഭയിൽ പറയുന്നു. ലൈഫ് മിഷൻ പദ്ധതി മുടങ്ങുന്നത് കൊണ്ട് പലരും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കർഷകർക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട് കർഷകർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ക്ഷേമ പെൻഷൻ കിട്ടാത്തത് കൊണ്ട് മറിയക്കുട്ടി ചേച്ചിമാരെ പോലെ പലരും പിച്ചച്ചട്ടിയുമായിട്ട് റോഡിലാണ്. അത് 6 മാസത്തെ ക്ഷേമ പെൻഷൻ കിട്ടാണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് പൈസ പിരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ ഭൂരിഭാഗവും CITU തൊഴിലാളികളായിട്ട് പോലും അവരിൽ ആ സംഘടനയിൽ അംഗത്വമുള്ള പല തൊഴിലാളികൾക്കും പെൻഷൻ കഴിഞ്ഞ 1 കൊല്ലമായിട്ട് കിട്ടുന്നില്ല. ഈ സ്ഥിതിയിലാണ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി. ഈ സാമ്പത്തിക സ്ഥിതിയിൽ നിന്നും കരകയറാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിനെതിരെ കൈ ചൂണ്ടുകയും കേന്ദ്രം കണക്കുകൾ കാണിക്കുകയും കോടതിയിൽ കേസ് നടത്തുകയും കൈയും കാലിട്ട് അടിക്കുകയും ബ്ലെയിം ഗെയിം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിലാണ് ഈ വിരമിച്ച, അതായത് 2017 വിരമിച്ച ഈ ഉദ്യോഗസ്ഥന് ഏകദേശം 5 ലക്ഷം രൂപ വരെ അടുത്ത് ശമ്പളം കിട്ടുന്ന രീതിയിലേക്ക് ഉള്ള പൈസയും പിന്നെ മുമ്പ് ജോലി ചെയ്തിരുന്നതിൻ്റെ പെൻഷനും ഇപ്പം ക്യാബിനറ്റ് പദവിയും കൂടി വരുമ്പോൾ ഓഫീസും കാറും കീഴുദ്യോഗസ്ഥരും എല്ലാം കൊടുത്ത് നമ്മൾ സംരക്ഷിക്കുന്നത്. ഇത് അദ്ദേഹത്തിന് ജോലി ചെയ്യാനുള്ള ഉത്സാഹം കൊണ്ടാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഫിഷ്യൻസി ഭയങ്കരമായിട്ട് തിരിച്ചറിഞ്ഞത് കൊണ്ട് പിണറായി സർക്കാർ അദ്ദേഹത്തിന് വേണ്ടി കൊടുക്കുന്നതാണോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അതുപോലെ ഈ സർക്കാരിൻ്റെ പണം ക്യാഷ് ഫ്ലോ ഉള്ള എല്ലാ പദ്ധതികളുടെയും മുകളിൽ ശ്രീ KM എബ്രഹാമാണ് ഇരിക്കുന്നത്. പുതിയ പദ്ധതികൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിൽ ഗ്രാഫീനെ കുറിച്ച് പറഞ്ഞാൽ ഉടൻ KDISC എന്ന് പറഞ്ഞ് ഗ്രാഫീന് ഒരു കടലാസ് തയ്യാറാക്കും. ഒരു ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഉടൻ അത് തയ്യാറാക്കും. എന്നിട്ട് അത് ഇവിടുത്തെ പദ്ധതിയാണെന്നൊക്കെ നമ്മുടെ മന്ത്രിമാരൊക്കെ പറയുമായിരിക്കും. പക്ഷെ ഉദ്ദേശം അതല്ല. കുറച്ച് കേന്ദ്ര ഫണ്ടുകൾ ഉണ്ട് എന്നുള്ള കാര്യം അതിൽ നിന്ന് വ്യക്തമാണ്.
നമ്മൾ കെ-ഡെസ്കിന്റെ പേപ്പറുകൾ നോക്കിക്കഴിഞ്ഞാൽ വിജ്ഞാന സമൂഹം 1, വിജ്ഞാന സമൂഹം 2, 3 അതൊക്കെ പേപ്പറുണ്ട്. എടുത്തൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ കഥ പറയുന്നത് പോലെ എഴുതുകയാണ്. ഇപ്പോൾ ശ്രീ പി വി ഉണ്ണികൃഷ്ണനൊക്കെയാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ പഞ്ചായത്ത് കമ്പ്യൂട്ടറൈസേഷൻ്റെ കാര്യം തന്നെ നോക്കിയാൽ മതി. ആ ബോഡിയുടെ പേര് പെട്ടെന്ന് മറന്നുപോയി. അപ്പോൾ അവര് എന്ന് തുടങ്ങിയ പദ്ധതിയാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതൊന്നും പ്രായോഗികമായി നടപ്പിലാക്കാൻ വേണ്ടി ഒന്നും കൊണ്ടുവരുന്ന പദ്ധതികളല്ല, പക്ഷേ മറിച്ച് ക്യാഷ് ഫ്ലോ അതുവഴിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കിബിയുടെ കാര്യത്തിനകത്ത് ഒരു കാര്യമോടെ ഞാൻ പറഞ്ഞിട്ട്, ജനം ഒരിക്കലും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ് കിബിയുടെ കാര്യത്തിൽ. ഈ എടുക്കുന്ന കിബിയുടെ എല്ലാ കടവും ഇതിൻ്റെ എല്ലാ പ്രോജക്റ്റുകളുടെയും മുടക്കം മുതലും കടവും എല്ലാം തിരിച്ചടയ്ക്കുന്നത് ഖജനാവിൽ നിന്നാണ്, നികുതി പണത്തിൽ നിന്നാണ്. പക്ഷേ ഒരു നിയമനം പോലും PSC വിടുകയോ PSC വഴി നടക്കുകയോ ചെയ്തിട്ടില്ല. ഇത് എപ്പോഴാണെന്നും കൂടി ഓർക്കണം. 27 ലക്ഷം മലയാളികൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ തൊഴിലിനായി രജിസ്റ്റർ ചെയ്ത് കാത്തു നിൽക്കുമ്പോഴാണ് 27,000 കോടി ഫണ്ട് ഡിസ്പേഴ്സ് ചെയ്തിട്ടുള്ള കേരളത്തിൽ നടക്കുന്ന പ്രോജക്റ്റുകളിൽ ഒരൊറ്റ നിയമനം പോലും നടന്നിട്ടില്ല. അത് ആരാണ് ഇതിൻ്റെ CEO? KM എബ്രഹാം കോൺട്രാക്ടർ എംപ്ലോയീസിനെ കുറിച്ചിട്ട് മുമ്പ് ഇരുന്നപ്പോൾ എന്താണ് പറഞ്ഞത്? റിക്രൂട്ട്മെൻറ്റിൽ റിസർവേഷൻ പോലും വേണം എന്ന് വാദിച്ച ആൾ CEO ആയിട്ടിരിക്കുമ്പോഴാണ് ഒരു നിയമനം പോലും PSC വഴി നടക്കാത്തത്. അങ്ങനെ ഒരു തുടക്കം എന്താണ്? 2015 ശ്രീ KM എബ്രഹാം അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫൈനാൻസ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ 33 വർഷത്തെ സർവീസിനിടയിൽ IAS 15,000 രൂപയിൽ കൂടുതൽ സ്വത്ത് മൂവലാണ്ട് ഇമ്മോവൽ പ്രോപ്പർട്ടി ആശ്രിതരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബത്തിൽ 2 മക്കളുമുണ്ട്. അവരുടെ ഒരിക്കൽ പോലും പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് വർഷം തോറും ചീഫ് സെക്രട്ടറി മുമ്പിൽ ഫയൽ ചെയ്തിട്ടില്ല. വിവരാവശ്യം വെച്ചെടുത്തു. അപ്പോൾ അദ്ദേഹത്തോട് വിശദീകരണം അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അന്നത്തെ ചീഫ് സെക്രട്ടറി ജിജി തോമസും എൻ്റെ പരാതിയുമായി വിശദീകരണം ചോദിച്ചു. അപ്പം തന്നെ അദ്ദേഹം എഴുതി കൊടുത്തു, എൻ്റെ ഭാര്യ ഷേർലി മറ്റ് ആശ്രിതരായിട്ടുള്ള 2 മക്കളുടെ ദൈനംദിന കാര്യങ്ങൾ മക്കളുടെ എൻ്റെ ഭാര്യ ഷേർലി ദൈനംദിന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി ഡ്രസ്സല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ 15,000 രൂപയ്ക്കുള്ള പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും ഞാനിതുവരെ ഫയൽ ചെയ്യാത്തത് എന്നെഴുതി കൊടുത്തു. പിന്നീട് വിജിലൻസ് അന്വേഷിച്ചപ്പോൾ കോടികളാണ് അവരുടെ അക്കൗണ്ടിൽ വന്നത്. ഇപ്പോൾ ഞാൻ ഇച്ചിരി മുമ്പ് പിന്നീട് കാണിച്ചല്ലോ, 100 പവൻ്റെ സ്വർണം ലോക്കറിലിരിക്കുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് കൃത്യമായി എല്ലാം വെളി വന്നു. അതുപോലെ തന്നെ വിജിലൻസ് അന്വേഷണത്തിൽ അദ്ദേഹം ഈ സത്യസന്ധൻ ഹരിചന്ദ്രൻ വിജിലൻസിന് കൊടുത്ത റെക്കോർഡ് അതാണ് ഈ ഹൈക്കോടതിയിൽ ഞാൻ ഹാജരാക്കിയിരിക്കുന്നത്. അവിടെ തന്നെ കൊല്ലം കടപ്പാക്കടയിൽ 8 കോടി രൂപ വരുന്നു. വളരെ സീരിയസ് ആയിട്ട് കൃത്യമായി രേഖയോടുകൂടി പറയുന്ന കാര്യമാണ്. 8 കോടി രൂപ വരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് വിജിലൻസിന് എബ്രഹാം ഹരിചന്ദ്രൻ മൊഴി കൊടുത്തിരിക്കുകയാണ്. എൻ്റെ പേരിൽ അല്ലാത്തതുകൊണ്ടും എൻ്റെതല്ലാത്തതുകൊണ്ടുമാണ് ഞാൻ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യാത്തത്. എൻ്റെ സഹോദരൻ്റെ പേരിലാണ്, എനിക്കതിൽ ഷെയറേ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഹൈക്കോടതി കൊടുത്ത ആ റിപ്ലൈ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നു, കൊല്ലം കോർപ്പറേഷൻ്റെ ഓണർഷിപ്പ് ശ്രീ KM എബ്രഹാമിൻ്റെ പേരിലാണ് ഈ 8 കോടി രൂപയുടെ. അപ്പം കളവ് പറഞ്ഞു എന്നുള്ള കളവായ വിവരം, സ്വത്ത് വിവരം സംബന്ധിച്ച് കളവായി പറഞ്ഞാൽ ഇപ്പം എൻ്റെ എത്ര MP-മാരും മന്ത്രിമാരെല്ലാം അയോഗ്യനാകുമല്ലേ, ശിക്ഷയില്ലേ? പൊന്മുടി സ്വത്ത് സമ്പാദിച്ചു തമിഴ്നാട് മന്ത്രി, അയാളെ ഇപ്പം 3 വർഷത്തേക്ക് ശിക്ഷിക്കുക തമിഴ്നാട് ഹൈക്കോടതി. അത് ഞാനിപ്പോൾ ഹൈക്കോടതിയിൽ അതിൻ്റെ ജഡ്ജ്മെൻ്റ് എടുത്ത് കൊടുത്തിരുന്നു. അപ്പോൾ എല്ലാ കളവായി പറയണം. അതുപോലെ തന്നെ പല വിധത്തിലുള്ള മക്കളുടെ കാര്യത്തിലും മറ്റതെല്ലാം അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ലാസ്റ്റ് വാദം ഇയാളുടെ തുടങ്ങുമ്പോൾ ജസ്റ്റിസ് K. ബാബു ജഡ്ജ് ആദ്യമേ ഇയാളുടെ വക്കീലോട് ചോദിക്കുക, നിങ്ങൾ മന്ത്ലി ലോൺ അടയ്ക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തേക്കാൾ കൂടുതലാണല്ലോ മന്ത്ലി ലോൺ അടയ്ക്കുന്നത്, അതെങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ സോഴ്സ് എങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ കഴിഞ്ഞ ഡിസംബർ 4-ാം തീയതി പറയുകയാണ് ഹൈക്കോടതി. എല്ലാവരും അത്ഭുതപ്പെട്ടു. എന്താണ്? എൻ്റെ അമ്മ പ്രൊഫസറാണ്, അച്ഛൻ പ്രൊഫസറാണ്, എൻ്റെ അച്ഛനും അമ്മയുടെയും പെൻഷൻ കാശ് കൊണ്ടാണ് ഞാൻ ലോൺ അടിച്ച് പോകുന്നത് എന്ന് അദ്ദേഹം മറുപടി. അമ്മ മരിച്ചിട്ട് 8 വർഷമായി, അത് ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഫാദർ മരിച്ച അതിനേക്കാൾ കൂടുതലായി. അപ്പോൾ എന്തൊരു നുണ പറയുന്ന ആളാണ്. അച്ഛൻ്റെയും അമ്മയുടെയും പെൻഷൻ. അപ്പം ഞാൻ ഹൈക്കോടതി ചോദിച്ചു, മറുപടി ഞാൻ കൊടുത്തപ്പോൾ അവർക്ക് ഉപജീവനം കഴിയാനുള്ള പെൻഷൻ ഇല്ല, അപ്പോൾ അവർക്ക് ചിലവ് ഇദ്ദേഹം കൊടുക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ആ വിവരം പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കേണ്ടതല്ലേ? ആശ്രിതരായിട്ടുള്ളവരുടെ വിവരം അത് പറഞ്ഞിട്ടുമില്ല.
അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും പെൻഷൻ കാശ് കൊണ്ടാണ് ഞാൻ ലോൺ അടയ്ക്കണതെന്ന് പച്ച നുണം. അവർ മരിച്ചു പോയിട്ട് എത്ര നാളായി? മരിച്ചു പോയ ആൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു വ്യാജേന പറഞ്ഞിരിക്കുന്നു. എൻ്റെ ഈ അഫിഡവിറ്റ് ഒപ്പീനിയൻ ഇത് 2023 ജൂൺ 23 തീയതി കൊടുത്ത ഈ അഫിഡവിറ്റ് കോടതിയിൽ വന്നപ്പോൾ ഇതിന് കൗണ്ടർ ഫയൽ ചെയ്യുന്നുണ്ടോയെന്ന് കോടതി ചോദിച്ചു, ജസ്റ്റിസ് കെ ബാബു. അപ്പം ഫയൽ ചെയ്യാൻ ഞങ്ങൾക്ക് 2 ആഴ്ച സമയമാണെന്നുള്ള വക്കീൽ പറഞ്ഞപ്പോൾ പിന്നെ കൗണ്ടറേ ഇന്ന് വരെ ഫയൽ ചെയ്തിട്ടില്ല. വാദം പൂർത്തിയാക്കിയിട്ടും അതിന് മുമ്പും ഫയൽ ചെയ്യാൻ പോലും പറ്റുന്നില്ല. കാരണം കളവാണ് എന്നുള്ള കൃത്യമായി തെളിവോടുകൂടി ഹാജരാക്കിയിരിക്കുകയല്ലേ. ക്യാബിനറ്റ് റാങ്കോട് കൂടിയ ആൾക്കാർ ചോദ്യം ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് കിട്ടാവുന്ന ഒരു ആനുകൂല്യം, ഗവൺമെന്റിന്റെ ഒരു അപ്രൂവല്, അങ്ങനത്തെ പല കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ EDയുടെ നീക്കത്തിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പെട്ടെന്ന് തിടുക്കപ്പെട്ട് അങ്ങനെ ഒരു റാങ്ക് നൽകിയത് എന്ന് ഒരു അഭിപ്രായമുണ്ട്. ഇത് നമ്മൾ പലപ്പോഴും ഈ ജുഡീഷ്യൽ ഓഫീസർമാരുടെ ഒക്കെ കാര്യം പറയുന്നത് പോലെ ഈ ഉന്നത തസ്തികകളിൽ ഇരിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് റിട്ടയർമെന്റിന് ശേഷം കൊടുക്കുന്ന പുനർനിയമനം അവരെ എക്സിക്യൂട്ടീവിന് വിധേയരായി പ്രവർത്തിക്കാൻ കാരണമാകുന്നു. അതുകൊണ്ട് അത് കൊടുക്കരുത് എന്നും പറയാറുണ്ട്. ചില നിയമനിർമ്മാണങ്ങളിൽ തന്നെ അങ്ങനെ പറയാറുണ്ട്. ഈ രാഷ്ട്രീയ യജമാനന്മാരെ ക്രോസ് ചെക്ക് ചെയ്ത് നിർത്തേണ്ട ഇവര് 2 ജോലികളാണ് ചെയ്യുന്നത്. ഒന്ന്, ഇവരോട് പൂർണ്ണമായ വിധേയത്വം കാണിക്കുക. 2, അവരുടെ അധികാരത്തിലെ ഹൈറാർക്കിയിലെ ഉയർന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിൽ ശരിയായി പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ജൂനിയർ ഉദ്യോഗസ്ഥന്മാരെ വരുതിക്ക് നിർത്തിക്കൊടുക്കുക. ഇങ്ങനെ വലിയ ഒരു ഡാമേജ് ഈ നിയമനത്തിൽ മാത്രമല്ല, ഇനി നിയമനം കാത്തു കഴിയുന്ന ഈ സീനിയർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും സംസ്ഥാനത്തിന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടാമത് ഇങ്ങനെ നിയമിക്കപ്പെടുന്നവര് ഇവർ തുടർന്ന് വന്നിരുന്ന ഈ റെഡ് ടൈപ്പിസം എല്ലാം തുടരുകയും പുതിയ ഇത്തരത്തിൽ ഇന്നോവേറ്റീവായിട്ട് വരേണ്ട ഐഡിയകളെല്ലാം തടയുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഇവർ നേരത്തെ ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആയിട്ടിരിക്കുന്നോ അല്ലെങ്കിൽ ഉയർന്ന തസ്തികകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെയൊക്കെ സുപ്പീരിയർ ഓഫീസർമാരായി പ്രവർത്തിച്ചിരുന്നവരാണ്. ഇവർ റിട്ടയർമെന്റിന് ശേഷവും ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയാവുന്നത് പോലെ അവരുടെ മുകളിൽ അധികാരമുള്ള ആൾക്കാരായി തുടരുകയാണ്. അത് ക്യാബിനറ്റ് റാങ്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ തുടരുകയാണ്. അപ്പം കളവ് പറയുന്ന ആള് ഇത്രയും കൃത്യമായി പറഞ്ഞ ഒരാൾ ആണ് ഇപ്പം പറയുന്നത്. അപ്പം ഇപ്പോൾ KPC പ്രസിഡന്റ് K സുധാകരൻ ഇവിടെ പറഞ്ഞു ശമ്പളത്തിൻ്റെ കാര്യം. ഞാനിപ്പോൾ തൊട്ടുമുമ്പ് കണ്ടുകണ്ടെന്ന് തോന്നുന്നു വേറൊരു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഞാൻ സംസാരിച്ചു. കിഫിയുടെ ഇതെല്ലാം പോസ്റ്റെല്ലാം വെച്ചു. ഒരു ചീഫ് സെക്രട്ടറി റിട്ടയർ ചെയ്ത 1.5 ലക്ഷം രൂപയാണ് പെൻഷൻ കിട്ടുന്നത്. ഇദ്ദേഹത്തിന് എല്ലാവരും കൂടി 5 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. സുധാകരൻ പറഞ്ഞ 1.5 2 5 ലക്ഷമാണ് കിട്ടുന്നത്. ജോസഫ് മാത്യു പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. അദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫൈനാൻസ് ആയിരുന്നപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ നിയന്ത്രിക്കുന്നതിന് സാമ്പത്തിക അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുവാൻ വേണ്ടി കർക്കശമായ നിലപാടുകളും ഉത്തരവുമെല്ലാം ഇറക്കിയ ആൾ അദ്ദേഹത്തിന് ബാധകമല്ല. കൃത്യമായിട്ട് 8 വർഷത്തേക്ക് 1988 അദ്ദേഹം പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യാത്ത വിവരാശം വെച്ചെടുത്ത് ഞാൻ പരാതിയോടും വിജിലൻസ് ഉള്ളിൽ മൊഴി കൊടുത്തിരിക്കുക. അന്ന് ഇമെയിൽ കണ്ടുപിടിക്കാത്തതുകൊണ്ട് ഞാൻ അമേരിക്കയിലായതുകൊണ്ട് എനിക്ക് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യാൻ പറ്റിയില്ല. വർഷം തോറും കൊടുക്കുന്നത് ചീഫ് സെക്രട്ടറി. ഇമെയിൽ 1971 നിലവിൽ വന്നെന്നും 88 ഇമെയിൽ ഇല്ലായിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല എന്നും ഞാൻ കോടതിയിൽ എൻ്റെ ഇമെയിലിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുത്തു. അപ്പോൾ ഇന്ത്യ രാജ്യത്തോ കേരളത്തിലോ ഇതുപോലെ നുണ പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ വേറെയില്ല. അതുകൊണ്ടാണ് ഒരു ഉദ്യോഗസ്ഥന് അമിത അധികാരം സർക്കാർ കൊടുത്താൽ കൊടുത്തിട്ട് സർക്കാരിന് വേണ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ പിടിച്ചോണ്ട് വരാൻ വന്നാൽ കൊന്നുകൊണ്ട് കൊടുക്കുന്ന സ്ഥിതിയിലാണ്. ഇതിൽ ഉള്ള ഒരുപാട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ സാമ്പത്തികമായും ഒക്കെ നേടിക്കൊടുക്കുന്ന. അപ്പോൾ അമിത അധികാരം കൊടുത്ത ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ശിവശങ്കർ, അറിയാമല്ലോ. പുള്ളി ഇപ്പം ജയിലിൽ കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ച് ജാമ്യം കൊടുത്തിരിക്കുകയല്ലേ. അപ്പോൾ ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം കൊടുത്താൽ എന്ത് സംഭവിക്കുന്നില്ല. ഇപ്പോൾ തന്നെ മസാല ബോണ്ടിൻ്റെ കാര്യത്തിൽ ജോസഫ് മാത്യു വിട്ടുപോയി. എന്താണ് 9% പലിശയ്ക്ക് മസാല ബോണ്ടിലെടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ തന്നെ കിഫിയിലെ സെക്രട്ടറിയായിട്ട് ലേഡി അവർക്ക് IAS കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തിയായിട്ടുള്ള ആളുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന ബാങ്കിൽ 200 കോടി രൂപയ്ക്ക് 2% പലിശ കൊടുത്ത് അവിടെ കൊടുത്തിരിക്കും. അധികാരം ദുരുപയോഗം ചെയ്യുന്നു. അതെന്തിനാണ്? അത് ഞാൻ ഹൈക്കോടതി പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ വികസനം കിഫിയുടെ CEOയ്ക്ക് വികസനമാണ് ലക്ഷ്യം. ആ വികസനം തടസ്സപ്പെടുത്തുകയാണ് പെറ്റീഷണറെ ജോമോൻ പുത്തമ്പരക്കലിൻ്റെ പ്രധാന എന്ന്
വികസനം എന്ന് പറഞ്ഞ് കോടതിയിൽ വാദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എഴുന്നേറ്റ് നിന്ന് മറുപടി പറഞ്ഞു, വികസനം എങ്ങനെ നടക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ കാര്യം പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു, നല്ല വികസനം നടക്കുന്നുണ്ട്, ഇതാണ്. അപ്പം ഞാൻ ജഡ്ജിൻ്റെ അങ്ങയുടെയും ടാക്സ് കൊടുക്കുന്ന അങ്ങയുടെ എൻ്റെയും നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുജനത്തിൻ്റെ നികുതി പണം എടുത്ത് സർക്കാർ പോയി അവിടെ 9% പലിശയ്ക്കെടുത്തിട്ട് ഇവിടെ വന്നിട്ട് 2% കുറച്ച് കൊടുക്കുക എന്ന് പറയുന്നത് എന്ത് തോന്നുവാസം കാണിക്കുവാൻ കയറൂരി വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കയറൂരി വിട്ടുന്ന അധികാരമുള്ള മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ടവരും അവർക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ, അമിതാധികാരം കൊടുക്കുമ്പോൾ ഈ ഒടുവിൽ ദുഃഖിക്കേണ്ട വരും എന്നുള്ളതാണ്. ഇപ്പം തന്നെ കിഫിയുടെ ഈ മസാല ബോണ്ടിൽ തന്നെ അവിടെ ഹാജരാകില്ലെന്ന് പറഞ്ഞ് കോടതിയിൽ വന്നിരിക്കുകയാണ്. കോടതിയിൽ ഐസക്കിനെല്ലാം ഈ ഇതിലിരിക്കും. ഈ അന്നത്തെ ധനകാര്യ സെക്രട്ടറിയും അന്നത്തെ ചീഫ് സെക്രട്ടറിയും ഈ കിഫി മസാല ബോണ്ടിൻ്റെ ഇത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് മിനിറ്റ്സിൽ എഴുതിയായിട്ട് ED ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് പത്രത്തിൽ. ഇദ്ദേഹത്തിന് മസാല ബോണ്ടിൽ നിന്ന് പണമെടുത്ത് ഈ വ്യക്തിപരമായി അഴിമതി നടത്തുവാനും സർക്കാരിനെ നിയമവിരുദ്ധമായി സഹായിക്കുവാനും സർക്കാരിന് കിഫിയിൽ നിന്ന് ഇത്രയും ലോൺ എടുക്കും. അതല്ലേ കേന്ദ്ര സർക്കാർ പറഞ്ഞു. ഇത് വിദേശത്ത് നിന്ന് എടുക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഇതിനകത്ത് ഇവർക്ക് വേണ്ടി സമ്മതപത്രം കൊടുത്തുമ്പോൾ അതിൻ്റെ മറുപടി പറയേണ്ട കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ ഇവരെല്ലാം ഇതേപോലെ നിയമവിരുദ്ധമായ മസാല ബോണ്ടിലൂടെ ഇതുപോലെ മുഴുവൻ തട്ടിപ്പുറത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ അവിടെ തന്നെ വിദേശത്തുണ്ട്. മകൻ്റെ പേരിലേക്കൊക്കെയാണ് ഇതിൻ്റെ അഴിമതി പണം വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ഈ സാമ്പത്തിക സ്ഥിതിക്ക് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഈ സാമ്പത്തിക സ്ഥിതി ഈ ദുരിതത്തിലാക്കിയതിൽ ഒരു കൂട്ടുപ്രതിയാണ് KM എബ്രഹാം എന്ന് ഞാൻ പറയും. 1999 കേരള ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്, അതായത് ഇപ്പോഴത്തെ കിബിയുടെ പേരൻ്റ് ബോഡി ഉണ്ടാക്കിയത് ഈ KM എബ്രഹാമാണ്. ആ 99 ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് അദ്ദേഹം 2016-17 കാലഘട്ടത്തിൽ വീണ്ടും സർക്കാരിലുണ്ടായിരുന്ന സമയത്താണ് കിബിയിൽ മാറ്റങ്ങൾ വരുത്തി സംസ്ഥാന സർക്കാരിനെ പണയപ്പെടുത്തി കടപരിധിക്ക് മുകളിൽ കടമെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി സംസ്ഥാന സർക്കാരിനെ കടത്തിലേക്ക് തള്ളിവിട്ട് ഈ സർക്കാരിനെയും ഈ സംസ്ഥാനത്തിനെയും ഈ ദുരിതത്തിലെത്തിച്ചത് ഈ KM എബ്രഹാം അതിൻ്റെ അകത്തൊരു കൂട്ടുപ്രതിയാണ്. തോമസ് ഐസക്കും ബാലഗോപാലും ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ക്യാബിനറ്റും മന്ത്രിമാരും എല്ലാവരും പ്രതികളാണ്. അതിലൊരു മുഖ്യ പ്രതിയാണ് KM എബ്രഹാം. 1999 തുടങ്ങി ഇപ്പം 2024 എത്തി നിൽക്കുമ്പം 25 വർഷം കൊണ്ട് കേരളത്തെ വികസിപ്പിക്കാൻ കൊണ്ടുവന്ന ഈ കിബിയുടെ പേരൻ്റ് ബോഡിയും ഇപ്പോഴത്തെ കിബിയും കൂടി ചേർത്ത് കേരളം വികസിപ്പിച്ച് ഇപ്പം ഏകദേശം 4 ലക്ഷം കോടിക്ക് മേളിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ പൊതുകടം എത്തി നിൽക്കുന്നത്. ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയുടെ കടം എന്ന് പറയുന്നത് 1 ലക്ഷത്തിന് മേളിൽ പോകും എന്നാണ് പറയുന്നത്. അതാണ് ഈ ചട്ടങ്ങൾ പറയുന്നത്. നമ്മുടെ കേരള സർവീസ് റൂൾ പറയുന്നത് ഒരു ജീവനക്കാരന് സാലറിയും പെൻഷനും ഒന്നിച്ച് ഡ്രോ ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. മറ്റ് നിബന്ധനകളും ഉണ്ട്. റീ അപ്പോയിൻമെന്റ് എന്ന് പറയുന്നതും വളരെ അത്യാവശ്യ ഘട്ടത്തിൽ ചെയ്യേണ്ടതാണ്. അങ്ങനെ പല കാര്യങ്ങൾ അതിലുണ്ട്. പക്ഷെ എന്താണ് സംഭവിക്കുന്നതെന്നും കൂടി നോക്കൂ. ഇദ്ദേഹം റിട്ടയർ ചെയ്യുന്നത് 2017 ഡിസംബർ 31 2017 ഡിസംബർ 30 ഇറങ്ങുന്ന ഓർഡറിൽ ഇദ്ദേഹം കിഫ്ബി CEO, ഇദ്ദേഹം അതിനു മുമ്പ് ചീഫ് സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ കിഫ്ബിയുടെ CEO എന്നുള്ള അധിക തസ്തികയും കൂടെ വഹിക്കുകയായിരുന്നു. അപ്പോൾ ഈ റിട്ടയർ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം അദ്ദേഹം അടുത്ത 3 വർഷത്തേക്ക് കിഫ്ബി CEO ആയി നിയമിക്കപ്പെടുന്നു. ഓൺ കോൺട്രാക്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിയമിക്കപ്പെടുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കോൺട്രാക്ച്വൽ എംപ്ലോയ്മെന്റിന്റെ അകത്ത് പുലർത്തേണ്ട ഒരു മാനദണ്ഡങ്ങളും പുലർത്താതെ അദ്ദേഹത്തെ ഏകപക്ഷീയമായിട്ട് അദ്ദേഹത്തെ ഈ CEO ആയിട്ട് നിയമിക്കുകയാണ്. ഈ കോൺട്രാക്ട് എന്ന് നിയമിക്കുന്നതിന്റെ എന്ന് എടുത്തു പറയുന്നതിന്റെ പിറകിലും ഒരു കള്ളക്കളിയുണ്ട്. ഈ റീ എംപ്ലോയ്മെന്റ് ആണ് സത്യത്തിൽ ഇതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ റീ എംപ്ലോയ്മെന്റ് അല്ല എന്ന് വരുത്താൻ വേണ്ടിയാണ് കോൺട്രാക്റ്റിൽ ഇദ്ദേഹത്തെ CEO കിഫ്ബി എന്ന് നിയമിച്ച ശേഷം എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ആക്കുകയാണ്. CEO കിഫ്ബി ഈസ് മെയ്ഡ് എൻ എക്സ് ഒഫീഷ്യോ ഗവൺമെന്റ് സെക്രട്ടറി. ഇത് കേട്ടുകഴിവില്ലാത്ത കാര്യമാണ് എന്ന് നിങ്ങൾ ഈ ഉന്നത ഉദ്യോഗസ്ഥർ ആരോട് ചോദിച്ചാലും, ഇദ്ദേഹത്തോട് ബഹുമാനമുള്ള ഉദ്യോഗസ്ഥരോട് ചോദിച്ചാലും അവർ നിങ്ങളോട് പറയും. ഒന്നാം പിണറായി സർക്കാരാണ് വ്യത്യാസം വരുത്തിയത്. അതിലെ ക്ലോസ് അമെൻഡ് ചെയ്ത് പുറത്തുനിന്ന് കടമെടുക്കാമെന്നുള്ളതും അതോടൊപ്പം തന്നെ എല്ലാത്തര വികസന പ്രവർത്തനങ്ങളും ഈ കിബി വഴി മാത്രം പോയാൽ മതിയെന്നും തീരുമാനം കൊണ്ടുവന്നത് ഈ
ഉദ്യോഗസ്ഥൻ ഇരിക്കുന്ന ആദ്യത്തെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്താണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് MLA-മാർക്ക് പോലും അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള MLA-മാർക്ക് പോലും സംസ്ഥാന സർക്കാരിൻ്റെ കിബി ഫണ്ടിന് വേണ്ടി കൈ നീട്ടി നിൽക്കേണ്ടി വന്നത്. അപ്പോൾ അന്ന് ഭരണപക്ഷത്തുള്ളവർ പറഞ്ഞത് കിബിയുടെ യുണീക്നെസ് കണ്ടുകൊണ്ടാണ്, കിബിയുടെ എഫിഷ്യൻസി കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് MLA-മാർ പോലും കിബിയുടെ ഫണ്ട് വന്ന് ചോദിക്കുന്നതെന്ന് പറഞ്ഞു. അല്ല, അന്ന് ഈ സർക്കാർ അമെൻഡ് ചെയ്ത് തീരുമാനം എടുത്തു വെച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള വികസന പ്രവർത്തനം നടത്തണമെങ്കിലും അതിന് കിബി വഴി പോയാൽ മതി എന്ന് തീരുമാനിച്ചപ്പോൾ 5 കൊല്ലം കഴിഞ്ഞ് ജനത്തിനെ ഫേസ് ചെയ്യാൻ പോകുന്ന കോൺഗ്രസിൻ്റെയോ പ്രതിപക്ഷത്തിൻ്റെയോ MLA-മാർക്ക് എന്തെങ്കിലും ചെയ്തെന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ കിബിയെ മാറ്റി നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് അവർ കിബിയുടെ അടുക്ക പോവുകയും കിബിയുടെ ഫണ്ട് ഉപയോഗിക്കുകയും ചെയ്തു. ബേസിക്കലി ഇതിലേക്ക് CAG-യെ പോലും കൊണ്ടുവരാത്ത രീതിയിൽ, ഇതിലേക്ക് മറ്റ് ഓഡിറ്റിംഗ് പോലും കൊണ്ടുവരാത്ത രീതിയിൽ വളരെ കൃത്യമായിട്ട് പ്രൈവറ്റ് പ്ലേയേഴ്സിന്, ഗ്രീഡി ആയിട്ടുള്ള പ്രൈവറ്റ് പ്ലേയേഴ്സിന് ഇടം കൊടുത്തുകൊണ്ട് 1999 KM എബ്രഹാം തുടങ്ങിയ ഈ കിബിയുടെ പേരൻ്റ് ബോഡി തൊട്ട് 25 വർഷം കഴിയുമ്പോൾ കേരളം എത്തി നിൽക്കുന്ന അവസ്ഥയെന്ന് പറയുന്നത് പെൻഷൻ കൊടുക്കാൻ പൈസയില്ല, ഉച്ചക്കഞ്ഞിക്ക് പൈസയില്ല, പരീക്ഷ നടത്താൻ പൈസയില്ല, ലൈസൻസ് അടിക്കാൻ പൈസയില്ല, ലൈഫ് മിഷൻ പദ്ധതി നടത്താൻ പൈസയില്ല, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പൈസയില്ല, തൊഴിലാളി പെൻഷൻ കൊടുക്കാൻ പൈസയില്ല. ഇവിടെ ഞാൻ ഈ കോടതിക്ക് മുമ്പിൽ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുമ്പിൽ ഞാൻ ഹാജരാക്കിയിട്ടുള്ള ഈ KM എബ്രഹാത്തിനെ ശിക്ഷിക്കാനുള്ള തെളിവാണ് കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയിട്ട്. ഇത് അന്വേഷണം, CBI അന്വേഷണം, സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾക്കെതിരെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് അന്വേഷിച്ച് സത്യം കണ്ടെത്തണം. അതുകൊണ്ട് CBIക്ക് വിടണം. ശിക്ഷിക്കാനുള്ള തെളിവാണ് കോടതിക്ക് മുമ്പിൽ നിന്ന്. കോടതിക്ക് പോലും എതിരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. തെളിവ് കൃത്യമായി ഹാജരാക്കിയിട്ടുണ്ട്. അത് നമ്മൾ വാദം പൂർത്തിയാക്കി വിധി പറയാനിരിക്കുന്ന ഒരു കേസിലാണ്. ഇത് ക്യാബിനറ്റ് റാങ്ക് കൊടുത്താൽ ഞാൻ പറഞ്ഞ സംസ്ഥാന സർക്കാരിന് വേണ്ടി ആ കോടതിയിൽ ഇന്ന് വരെ ഒരു കീഴ്വഴപ്പവും ഇല്ലാതെ ഗവൺമെൻറ് GP, ലോകായുത്തിലെ ഗവൺമെൻറ് GP ഒന്നാണ് പ്രതിയായിട്ടുള്ള ആൾക്ക് വേണ്ടി വാദിച്ചത്. അതും തെറ്റാണ് എന്ന് കോടതിക്ക് മുമ്പിൽ പറഞ്ഞിരുന്നു. അപ്പം സംസ്ഥാന സർക്കാർ മുഴുവൻ ഈ ആൾക്ക് വേണ്ടി, KM എബ്രഹാത്തിന് വേണ്ടി എല്ലാം കേസ് അട്ടിമറിക്കാൻ, KM എബ്രഹാത്തിനെതിരെ അന്വേഷിച്ച ഉദ്യോഗസ്ഥന് IPS കൊടുത്തു. KM എബ്രഹാം തന്നെ ചീഫ് സെക്രട്ടറി ആയിരുന്നു കൊടുത്തു. ആ കാര്യം നമ്മൾ കോടതി പറഞ്ഞിരുന്നു, അതിൻ്റെ രേഖ ഹാജരാക്കിയിരുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞത് വിട്ടുപോയൊരു കാര്യമുണ്ട്. കിഫിയുടെ സെക്രട്ടറിയുടെ ഹസ്ബൻഡിന് കൊടുത്തപ്പോൾ 200 കോടി രൂപ കൊടുത്തപ്പോൾ അദ്ദേഹത്തെ അതിൻ്റെ ആ ബാങ്കിൻ്റെ ജനറൽ മാനേജരാക്കി മാറ്റി. അപ്പം അത് അധികാര ദുര്യോഗമല്ലേ? തനിക്ക് വേണ്ടപ്പെട്ട ആളുടെ ഭർത്താവിന് അധികാര ദുര്യോഗം കൊടുത്ത് 2 കോടി രൂപ സർക്കാരിന് 2% പലിശ കൊടുത്ത് എല്ലാ തോന്നിവാസങ്ങളും ഇവിടെ ചോദിക്കാനും പറയാനും. ഇവിടെ ഒരു പ്രതിപക്ഷമില്ല. ഇദ്ദേഹത്തിന്റെ സാലറി നിശ്ചയിക്കുന്നിടത്ത് അതാണ് ഞാൻ പറഞ്ഞത്. ബാക്കി പല കാര്യങ്ങൾ തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ജോമോൻ കൊടുക്കുന്ന കേസൊക്കെ നടക്കട്ടെ. ഇദ്ദേഹത്തിന്റെ സാലറി നിശ്ചയിക്കുന്നിടത്ത് ഇദ്ദേഹം എന്ത് മാനദണ്ഡമാണ് പുലർത്തിയതെന്നുള്ളത് 10% ഇൻക്രിമെന്റ് ഓരോ വർഷവും അതിൻ്റെ അകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. ഞാൻ അതിനും അദ്ദേഹത്തെ അല്ല കുറ്റം പറയുന്നത്, ഞാൻ ഗവൺമെന്റിനെയാണ് കുറ്റം പറയുന്നത്. ഇവിടുത്തെ പേ റിവിഷനെ കുറിച്ചും ശമ്പള വർധനയെ കുറിച്ചും സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറയുന്നവർ 5 വർഷം കൂടുമ്പം സാലറി ഹൈക്ക് വരുന്നതിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. നിങ്ങളിത് ഒരു വ്യക്തി ആയിക്കോട്ടെ, 50 പേരായിക്കോട്ടെ, എത്രയായിക്കോട്ടെ, സർക്കാരിന്റെ മാനദണ്ഡം എന്താണ്? ഈ വ്യക്തിയുടെ കാര്യത്തിൽ പ്രതിവർഷം 10% വെച്ച് ഹൈക്ക് പറഞ്ഞിട്ടുണ്ട്. 2018 കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? 6 വർഷം, 7 വർഷത്തിലേക്ക് കിടക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ എത്രയാണ് ആ സാലറി വർദ്ധിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറഞ്ഞ പോലെ എൻ്റെ ടേംസ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ കണക്കുകളിലേക്ക് പോകുന്നത്. അപ്പം നയപരമായി തന്നെ സർക്കാരിന് ഒരു നിലപാടില്ലാതെ സർക്കാർ ഇങ്ങനെ ചിലർക്ക് നിന്നു കൊടുക്കുന്നു. ഇതിൻ്റെ കാരണം അത് അവിടെ മാത്രമല്ല തീരുന്നത്. കിഫ്ബിയെ സംബന്ധിച്ചുള്ള നേരത്തെ ശ്രീ റജിമോൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ പലപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ പക്ഷേ ഏറ്റവും വലിയ ആക്ഷേപം എന്ന് പറയുന്നത് കിഫ്ബി ചെയ്യുന്നത് ഗവൺമെൻറ്റിനെ ഔട്ട്സോഴ്സ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ വരുന്ന തുക എടുത്ത് നമ്മൾ തിരഞ്ഞെടുത്ത നമ്മളുടെ ജനപ്രതിനിധികൾ, അതിലെ എക്സിക്യൂട്ടീവ് തീരുമാനമെടുക്കണം. ഇന്ന ഡിപ്പാർട്ട്മെന്റിന് ഇത്ര, ഇന്ന നിയമസഭാ മണ്ഡലത്തിൽ ഇത്ര. ഈ തീരുമാനങ്ങളൊക്കെ നമ്മുടെ ജനപ്രതിനിധികൾ എടുക്കേണ്ട തീരുമാനമാണ്. ആ തീരുമാനം ഒരു കമ്മിറ്റിക്ക് പുറത്തേക്ക് എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. അതിൽ നിന്ന് കുറെ പണം എടുത്ത് വേറൊരു അക്കൗണ്ടിലിട്ട് അതിനെ കിഫ്ബി എന്ന് വിളിക്കുക. ഇത് മുഴുവൻ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് വന്ന തുകയാണെന്ന് നമുക്കറിയാം. തിരിച്ചടവിന്റെ ബാധ്യത പൂർണ്ണമായിട്ടും
ഗവൺമെന്റിനാണെന്ന് നമുക്കറിയാം. എന്നിട്ട് ഈ പൈസ എടുത്ത് വേറൊരു അക്കൗണ്ടിൽ ഇട്ടത് തന്നെ അതിന്റെ പൂർണ്ണമായിട്ട് ക്രയവിക്രയത്തെ സംബന്ധിച്ചുള്ള തീരുമാനം ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് എടുത്തു മാറ്റുകയും ഈ പറയുന്ന ഒരു കമ്മിറ്റിയിലേക്ക് മാറ്റുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മുടെ ധനമന്ത്രിയും ശ്രീ കെ എം എബ്രഹാമും ഒക്കെ പോയി ഇരുന്നിട്ടുണ്ടാവും ഉദ്യോഗസ്ഥരെന്നുള്ള രീതിയിൽ. വേറെ പുറത്തു നിന്നുള്ള ആളെയും കൊണ്ടുവന്ന ശേഷം ഇവിടുത്തെ സെക്രട്ടറിമാരുടെ അഭിപ്രായത്തെ ബൈപ്പാസ് ചെയ്ത് ഭൂരിപക്ഷ അഭിപ്രായം മസാല ബോണ്ട് എടുത്ത തീരുമാനം നമ്മൾ കണ്ടു. മിനിറ്റ്സ് നമ്മൾ ഇപ്പൊ ED വന്നപ്പോഴും അതിനു മുമ്പ് നമ്മൾ കണ്ടു. അത് മാത്രമല്ല, അതിൽ എവിടെ നിന്ന് എടുക്കുന്നു എന്നുള്ള തീരുമാനം അവിടെ പോലും പറഞ്ഞില്ല. അവിടെ മജോറിറ്റിക്ക് പോലും അങ്ങനെ ഒരു അഭിപ്രായമില്ല, അവർക്ക് അറിയില്ല. ഇദ്ദേഹത്തിന്റെ ശമ്പളം എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ ബൈറ്റിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ശമ്പളം നിശ്ചയിച്ചത് അന്ന് അതിനുശേഷം 9/2/2018 മുൻകാല പ്രാബല്യത്തോടുകൂടി ശമ്പളം നിശ്ചയിക്കുന്നത്. അന്ന് പറയുന്നത് 2.75 ലക്ഷം രൂപ പ്രതിമാസം. മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്, മൊബൈലും ഇതിന്റെ റീചാർജിങ് അങ്ങനത്തെ ഒക്കെ പോട്ടെ, ലാപ്ടോപ്പും ഒക്കെ ഉണ്ട്. അത് ഈ 2.75 ലക്ഷം രൂപ പ്രതിമാസം എന്ന് പറയാണ്. ഇത് അതിന്റെ നിയമം ചട്ടം അനുസരിച്ച് എന്താണ്, അദ്ദേഹത്തിന്റെ അവസാനം ഡ്രോ ചെയ്ത സാലറിയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന ബേസിക് പെൻഷൻ കുറച്ച ശേഷമുള്ള തുക മാത്രമേ അദ്ദേഹത്തിന് സാലറിയായി കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ അദ്ദേഹം അവസാനം ഡ്രോ ചെയ്ത സാലറിയേക്കാൾ ഏതാണ്ട് 50,000 രൂപ കൂട്ടി ശമ്പളം നിശ്ചയിക്കുകയും അതിന് പുറമെ അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏതാണ്ട് 1.5 ലക്ഷം രൂപയോളം വരുന്ന പെൻഷൻ ഡ്രോ ചെയ്യുകയും ചെയ്യാവുന്ന തരത്തിലാണ് അദ്ദേഹത്തിന് ഈ കോൺട്രാക്ട് എന്ന് പറഞ്ഞ് ഈ സിഇഒയുടെ കിഫ്ബി സിഇഒ ആയി കോൺട്രാക്റ്റിൽ നിയമിക്കുകയും കിഫ്ബി സിഇഒയെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഇവിടെ ആക്കുകയും ചെയ്യുന്ന ഒരു നിയമന പ്രക്രിയ ഇവിടെ പുലർത്തിയിട്ടുള്ളത്. നിങ്ങൾ ലാവ്ലിൻ കേസിൽ ഇദ്ദേഹം 72ാം സാക്ഷിയാണ്, നമുക്കറിയാം. ഇദ്ദേഹം കൊടുത്ത സാക്ഷി മൊഴിയിലെ ഒരു വാചകം ഞാൻ വായിക്കാം. ഇദ്ദേഹം പറയുന്നത്, "Now on being asked, I say that if the state government is borrowing loan from any agency, prior concurrence of Government of India is a must. Article 293(3) of the Indian Constitution says as quoted, a state may not without the consent of the Government of India raise any loan if there is still outstanding any part of a loan which has been made to the state by the Government of India or by its predecessor government, or in respect of which a guarantee has been given by the Government of India or by its predecessor government." അപ്പൊ ഈ ആർട്ടിക്കിൾ 293(3) കുറിച്ചുള്ള ഇദ്ദേഹത്തിന്റെ അഭിപ്രായം എന്തായിരുന്നു? ഈ സംസ്ഥാനം വായ്പ എടുക്കുന്നത് അന്ന് EDCയിൽ നിന്ന് ലോൺ എടുത്തതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. അദ്ദേഹം പറയുന്നത് അങ്ങനെ വായ്പ എടുക്കണമെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ മുൻ വായ്പകൾ നമ്മൾ തിരിച്ചടയ്ക്കാനുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തോടു കൂടി മാത്രമേ വായ്പ എടുക്കാവൂ എന്നുള്ളത് ഭരണഘടനയിലെ ഇന്ന വ്യവസ്ഥ പ്രകാരം 293(3) പ്രകാരമുള്ള നിബന്ധനയാണ് എന്ന് അന്ന് ഫൈനാൻസ് സെക്രട്ടറി ആയിരുന്ന ഇദ്ദേഹം കൊടുത്ത മൊഴിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഇത് അറിയാൻ പാടില്ലാഴികയല്ല, ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ നിലപാട്. നേരത്തെ ഞാൻ കോൺട്രാക്ച്വൽ എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ, റീ എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ, ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീ കെ എം എബ്രഹാമിന്റെ നിലപാട് ഇതായിരുന്നു. പക്ഷെ എങ്ങനെയാണ് ഇദ്ദേഹം ഈ അവസാന കാലഘട്ടമായപ്പോൾ ഈ നിലപാട് വിഴുങ്ങുകയും സമ്മർസോൾട്ട് അടിക്കുകയും ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ പരസ്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ കാര്യം CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇദ്ദേഹം സംസ്ഥാനത്തിന് വിരുദ്ധമായി ഏതാണ്ട് രാജ്യദ്രോഹ പ്രവർത്തനം ഇന്ത്യ ഗവൺമെന്റ് CAG കാണിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം അതിനെ അഡ്രസ് ചെയ്തതെന്ന് നമുക്കറിയാം. ഇതേപോലെ തന്നെ വായ്പയെ സംബന്ധിച്ചും ഇദ്ദേഹം ഇതേ നിലപാടുകളാണ് എടുത്തത്. കുറിച്ച് അദ്ദേഹം പറയുന്നത് അത് അന്നത്തെ ലോണിൽ തന്നെ ബാങ്കുകളുടെ ഒരു കൺസോർഷ്യമാണ് ഗ്യാരണ്ടി നിന്നത്. ആ ഗ്യാരണ്ടി കൺസോർഷ്യം പാലിക്കുന്നില്ലെങ്കിൽ EDC വായ്പയ്ക്ക് KSEB എടുത്ത വായ്പയ്ക്ക് ഗ്യാരണ്ടി നിന്നത് SBI ഉൾപ്പെടുന്ന ഒരു ബാങ്കുകളുടെ കൺസോർഷ്യമാണ്. ആ കൺസോർഷ്യം തിരിച്ചടയ്ക്കുന്നില്ലെങ്കിൽ ആ ബാധ്യത സംസ്ഥാനത്തിന്റെ മേളിൽ വരുമെന്നും അതുകൊണ്ട് തന്നെ ഈ വായ്പ അങ്ങനെ ഗ്യാരണ്ടി നിൽക്കുക എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗ്യാരണ്ടി നിൽക്കുന്നതിന് തുല്യമാണെന്നുമാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന മൊഴി. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് വായിച്ച് കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇദ്ദേഹം എന്താണ് ഇപ്പോൾ കിഫ്ബിയുടെ ലോണിനെ കുറിച്ച്, സ്റ്റേറ്റ് ഗ്യാരണ്ടി നിൽക്കുന്നതിനെ കുറിച്ച് ഇദ്ദേഹം എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്ത് ന്യായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഈ അവസാന ലാപ്പിൽ അല്ലെങ്കിൽ ഒരു റിട്ടയർമെന്റിന് തൊട്ട് മുമ്പോ റിട്ടയർമെന്റിന് ശേഷമോ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ അദ്ദേഹം തന്നെ നേരത്തെ ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്ന നിലപാടുകൾക്ക് പൊരുത്തപ്പെടുന്നതല്ല. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഇൻകൺസിസ്റ്റന്റ് ആണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് വിശദീകരിക്കേണ്ടത് അദ്ദേഹമാണ്.
അദ്ദേഹം വിശദീകരിക്കാതെ നമുക്കറിയാം, എന്നാലും അദ്ദേഹം വിശദീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാവും. ഇപ്പോൾ അത് എക്സ് ഒഫീഷ്യോ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഫൈനാൻസ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ സെക്രട്ടറി ആയിട്ടിരിക്കുകയാണ്. KDISC എന്നൊരു സ്ഥാപനമുണ്ട്. അതിന്റെ ഉത്തരവും നമ്മുടെ കൈവശമുള്ള പബ്ലിക് ഡൊമൈനിലുള്ള ഉത്തരവാണ്. ആ ഉത്തരവിലും അദ്ദേഹം പറയുന്നത് എന്താണ്, അദ്ദേഹം വൈസ് ചെയർമാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനുള്ള അധികാര പരിധികളെല്ലാം നിശ്ചയിച്ച ശേഷം എന്ന് വായിക്കാം. അദ്ദേഹത്തെ വൈസ് ചെയർമാൻ ആക്കിയ ശേഷം അതിൽ പറയുന്നത് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദി എക്സിക്യൂട്ടീവ് വൈസ് ചെയർപേഴ്സൺ ആൻഡ് മെമ്പർ സെക്രട്ടറി ഓഫ് ദി റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് KDISC will be envisaged in the approved memorandum of association attached with the government, read as first paper above. എന്നിട്ട് വൈസ് ചെയർപേഴ്സന്റെ till the new committees of society meets, executive vice chairperson shall take steps to continue with the existing programs and projects of KDISC. ഇതെല്ലാം തീരുമാനമെടുത്തു. സൈൻ ചെയ്യുന്ന ആള് KM എബ്രഹാം എന്നുള്ള എക്സ് ഒഫീഷ്യോ സെക്രട്ടറി തന്നെയാണ്. കിഫ്ബിയുടെ CEO 500 കോടി രൂപയുടെ വായ്പ എടുക്കാൻ അനുമതി കൊടുത്തുകൊണ്ടുള്ള ഉത്തരവിറക്കുന്നത് ഈ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി തന്നെയാണ്. അതായത് എക്സ് ഒഫീഷ്യോ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഗവൺമെന്റിന് വേണ്ടി അംഗീകാരം കൊടുക്കുകയും CEO കിഫ്ബി എന്നുള്ള പേരിൽ അത് നടത്തിയെടുക്കുകയും ചെയ്യുന്ന ഒരേ വ്യക്തിയാവുകയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരും കൂടി പറയേണ്ടത് ഈ പ്രധാനപ്പെട്ട പണം വരുന്ന എല്ലാ പദ്ധതികളിലും, ഞാൻ അതിലെ പണം വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അഴിമതി ആംഗ്ലേ അല്ല പറയുന്നത്, ഇതിന്റെ ക്യാഷ് ഫ്ലോ നിർണ്ണയിക്കുന്ന സർക്കാരിന്റെ പദ്ധതികളിലെല്ലാം ഇങ്ങനെ റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥന് അവിടെ ഇരുന്നുകൊണ്ട് ഈ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ ജനങ്ങളോട് വിശദീകരിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അത്